ഹായ് കൂട്ടുകാരെ, ഇത് കീരത്തോരൻ ഉണ്ടാക്കാനാണ്. ഇതെന്താ രണ്ട് കളറെന്ന് വിചാരിക്കുമായിരിക്കും അല്ലേ? ഇത് പുറയിലത്തെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ ഈ ഒരു നിരയുണ്ടല്ലോ, അതല്ലാതെ പുറവശത്തൊരു വീടുണ്ട്, അവരുടെ വീട്ടിൽ കൃഷിയുണ്ട് കേട്ടോ. അപ്പം എനിക്ക് അവർ കീര എന്ന് പറയുമ്പോഴത്തേ ഈ പച്ചക്കീരയും കിട്ടി, ചുമന്ന കീരയും ഇടയ്ക്കിടയ്ക്കുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിങ്ങനെ അരിഞ്ഞു വെച്ചാൽ രണ്ട് പ്രാവശ്യമായിട്ട്, ഇതിപ്പം ഒരു പ്രാവശ്യമായിട്ട് ഉണ്ടാക്കി വെച്ചാൽ ആരും കഴിക്കത്തില്ല. അച്ഛനുണ്ട് ഇവിടെ, കഴിക്കത്തില്ല. അത്യാവശ്യത്തിന് കൊടുത്താലേ കഴിക്കുള്ളൂ. അപ്പം ഞാനോർത്ത് ഇച്ചിരി തോരപ്പരിപ്പൊക്കെ ഇട്ടൊരു കീരത്തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ വേറൊന്ന് കാണിച്ചു തരാം, അഗസ്തിപ്പൂ. ഇതും അവരുടെ വീട്ടിലുള്ളതാണ്. പക്ഷേ കിട്ടിയ ഉടനെ ചെയ്താലല്ലേ അത് നല്ലതായിട്ടിരിക്കും. ഞാനിതിങ്ങനെ തുറന്ന് വെച്ചിരിക്കുകയായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അത് ഇച്ചിരി ഒന്ന് വാടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് മുട്ടയൊക്കെ ഇട്ടൊന്ന് ഉണ്ടാക്കാം, അതും ഒന്ന് കാണിക്കാവേ. പിന്നെന്തുവാ, പിന്നെ വേറൊന്ന് കാണിക്കാം. ഇത് അച്ചു പിസ്സ ഉണ്ടാക്കും, പിന്നെന്തുണ്ടാക്കും ഇവിടെ, ന്യൂഡിൽസ് ഒക്കെ ഉണ്ടാക്കുമ്പം ഇടുന്നതിൻ്റെ ബാക്കി അമ്മയ്ക്ക് വെച്ചിരിക്കുക കേട്ടോ. ഇത് വെച്ച് അമ്മ എന്തെങ്കിലും ഉണ്ടായിക്കോന്ന്. അപ്പം ഞാൻ ഓർത്ത് ഇത് വെച്ചൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. പിന്നെ മീൻ വറുക്കാനിരിപ്പുണ്ട്. എണ്ണയിൽ കടുക് താളിക്കാം. പക്ഷെ ഞാൻ കടുകിട്ട് കുറച്ച് ജീരകവും മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ഈ കീര അങ്ങോട്ട് ഇടാം. ഇത് കണ്ടോ, ഇത് മെഴുക്കുവരട്ടി. ഇത് കുറച്ച് ഉപ്പും അതിൻ്റെ അകത്ത് തന്നെ സവാളയൊക്കെ അരിഞ്ഞതുണ്ടായിരുന്നേ. അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാം. വഴന്ന് വരുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് മുളക് പൊടി ഇട്ട് ഇളക്കി ഓഫ് ചെയ്യും, അത്രയേ ഉള്ളേ. പക്ഷേ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ പകുതി കീര എടുത്തിട്ടുള്ളേ. നല്ല വഴന്നതിന് ശേഷം നമുക്കിതിൻ്റെ അരപ്പിടാം. അരപ്പെന്ന് പറയുമ്പം ഇതിൽ തേങ്ങ, ജീരകം, വെളുത്തുള്ളി, കൊച്ചുള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇത് ഇത്രയുള്ള അരപ്പാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് വെന്ത പരിപ്പിടാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി, ഉപ്പൊക്കെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇനി ഒന്നും ഇടാനില്ല. അടച്ച് വെച്ച് സിമ്മിലേക്കൊന്ന് വേവിച്ചെടുക്കും. അവിടെ ഇരുന്നാവട്ടെ കേട്ടോ. ഇത് ഏകദേശം ആയി. ഇനി നമുക്കിച്ചിരി മുളക് പൊടി ഇടാം. എന്നിട്ടങ്ങ് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇല്ലെങ്കിൽ മുളക് കരിഞ്ഞ മണം ഇവിടെ എല്ലാം പരക്കും. ഇപ്പോൾ ആവശ്യത്തിന് മുളക് അത് മുരിഞ്ഞും വന്നു. ഇത് ഞാൻ വെള്ളത്തിലല്ലേ മീൻ എടുത്തിടുന്നത്. അപ്പം ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കാണിച്ചാൽ തന്നെ ഈ വെള്ളം അങ്ങ് ഐസ് കട്ടങ്ങ് പെട്ടെന്ന് ഉരുകിക്കോളും. അപ്പം നമുക്ക് മറ്റേതുപോലെ മറ്റേ മീൻ ഒട്ടിയിരിക്കുന്നത് പാടാണല്ലേ ഐസിൽ നിന്ന് എടുക്കാൻ. ഇങ്ങനെ എടുക്കുമ്പം മീൻ ഒട്ടും ചീത്തയാകത്തേയില്ല കേട്ടോ. ഒരു മാസം വരെയൊക്കെ മീൻ നല്ല ഫ്രഷായിട്ടിരിക്കും ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ. ഐസിൽ നിന്ന് ഇങ്ങനെ എടുക്കാനും എളുപ്പമാണ്. കണ്ട, ഐസ് കട്ട പെട്ടെന്ന് ഉരുകുന്ന കണ്ട. കല്ലുപ്പിൽ ഉരച്ച് വിനാഗിരിയിൽ കഴുകിയ മീനാണ്. അപ്പം ഒട്ടും മീനിൻ്റെ മണം വരാതെ ഇരിക്കും കേട്ടോ. കണ്ടില്ലേ? ഇനി ഇതൊന്ന് വരഞ്ഞ് മീനിൻ്റെ അരപ്പ് ഇട്ടിട്ട് നമുക്ക് എയർ ഫ്രയറിലൊന്ന് വറുത്ത് കാണിക്കാം. എല്ലാം നല്ലതായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? വെള്ളമൊന്നുമില്ല. സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യും. ബാക്കി അതവിടെ ഇരുന്ന് ആയിക്കോളും. ഇതിപ്പം കറിക്കാണേ. ഒരു മുരിങ്ങയ്ക്ക കിട്ടി, അതും പുറത്ത് ആ വീട്ടിൽ നിന്ന് തന്നെ ഒരു മുരിങ്ങയ്ക്ക. കീര, മുരിങ്ങയ്ക്ക, അഗസ്തിക്കീര, ഇത്രയാണ് കൊണ്ട് തന്നത് കേട്ടോ. അതിൽ കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞിട്ടു, 2 പച്ചമുളകും ഇട്ടു, അടച്ച് വെച്ച് വേവിക്കാം. എന്നിട്ട് അരപ്പ് ഒഴിച്ച് കടുക് താളിച്ചെടുക്കാം.
മുട്ടയിൽ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പേ ഇടുന്നുള്ളൂ. ഇതൊന്ന് കടുക് താളിച്ച് ആദ്യം, എന്നിട്ടാണ് ഈ കീര അതിലോട്ട് ഇട്ടത്. എന്നിട്ട് നമുക്ക് ഈ മുട്ടയിൽ ഞാൻ കുറച്ച് ഉപ്പ്, മുളക്, കൊച്ചുള്ളി ഇത്ര ഇട്ടിട്ടുണ്ട്. അടച്ചു വെക്കാം. ഇനിയും വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ തേങ്ങ ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇടാം. ഞാനിവിടെ വെള്ള തോരൻ തന്നെ എടുക്കുന്നുള്ളൂ കേട്ടോ. കുറച്ച് നേരമായി, കണ്ടില്ലേ, വെള്ള തോരനാണ് എടുക്കുന്നത്. കാരണം മറ്റേ തോരൻ മഞ്ഞ തോരനാണ്. വ്യത്യാസം വേണ്ടേ, അതിന് ഓഫ് ചെയ്യാം. ഇവിടെ എന്തോ ആവുകയെന്ന് നോക്കിയിട്ട് ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട്. അരപ്പ് അതിലേക്ക് ഒഴിക്കാം. സിമ്മിലാണേ വെച്ചിരിക്കുന്നത്, ഒരുപാടൊന്ന് തിളച്ച് പോകണ്ട. കുറച്ച് ഉപ്പിടാം. ഇനി നമുക്ക് ഈ കടുക് താളിച്ചത്, കുറച്ച് എണ്ണയിലാണ് കടുക് താളിച്ചത്. സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം. ഞങ്ങൾക്കുള്ള മീൻ കൊഴിയാള റെഡി ആയിട്ടുണ്ട്. കീര തോരൻ, അഗസ്തിച്ചീരിയും മുട്ടയും കൂടെയുള്ള തോരൻ, ഒരു മീൻ പൊരിച്ചത്, ക്യാപ്സിക്കം മെഴുക്കുവരട്ടി, ഇതൊരു മുരിങ്ങയ്ക്ക കറി. ആറായിട്ട് കൊടുത്ത ഇഷ്ടം. ഇന്ന് ഞങ്ങളുടെ ഊണ് ഇതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക് യു.